ഞാൻ പറഞ്ഞ ആ പയ്യനില്ലേ, ആ കൈയെല്ലാം കടിച്ചു മുറിക്കുന്ന ആ പയ്യൻ, അവനിപ്പോൾ വളരെ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. അതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ആർക്കായിരുന്നാലും ഇതിൽ നിന്നൊരു മോചനമുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ സ്നോട്ട് ചെയ്യുമ്പോൾ, വലിച്ചു വിടുമ്പോൾ, ഇഞ്ചക്ട് ചെയ്യുമ്പോൾ, മെത്തിങ്ങനെ കടിച്ചു പൊട്ടിക്കുമ്പോൾ, നാക്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോൾ നിങ്ങളൊരു ഉന്മാദ അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാകും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫേസ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് നിർത്തുക. ഇനി നിങ്ങൾക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ അഡിക്റ്റായി എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ, തൊട്ടടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവർ നിങ്ങൾക്കായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി തരും. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് മുക്തി നേടാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രഗ്സ് എല്ലാം, ഇതെല്ലാം തേർഡ് ക്വാളിറ്റി പോലുമല്ല, അതിലും മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും MDMA എന്ന് കരുതി യൂസ് ചെയ്യുന്നത് തേർഡ് ക്വാളിറ്റിയിലും താഴെയുള്ള ക്രിസ്റ്റൽ മെത്താണ്. ഞാൻ ഈ പറഞ്ഞ ഏതൊരു ഡ്രഗിന്റെ പ്യൂറസ്റ്റ് ഫോം നിങ്ങൾക്ക് കിട്ടിയാലും അത് കൊടും വിഷമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സെക്കൻഡ് തേർഡ് ക്വാളിറ്റി അതിലും താഴെയുള്ള ചീപ്പ് ക്വാളിറ്റി ഡ്രഗ്സ് എല്ലാമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത്. എത്രമാത്രം മാരകമാണ് സിറ്റുവേഷൻ, എത്രമാത്രം മാരകമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. വെജേനയ്ക്കകത്ത് മെത്ത് വെച്ചിട്ട് കിക്കാവുന്ന പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ മൂലത്തിനകത്ത് മെത്ത് വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് കിക്കാവുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഒരു ഡോസേജ് ഫോം അഡ്മിനിസ്ട്രേഷൻ സപ്പോസിറ്ററി എന്നാണ് പറയുന്നത്. ലഹരി എന്നുള്ളത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഒരിക്കലും ഒരു ലഹരിക്കും അടിമയാകരുത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ സംതിങ്. സേ നോ ടു ഡ്രഗ്സ്.